ഹേ ഗൈസ്, ഇന്നതെ നട്ടപ്പറ വെയിലത്ത് ഞാൻ ഇറങ്ങിയിരിക്കുകയാണ് നട്ടുച്ചയ്ക്ക് അംഗനവാടി വരെ പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങളോർക്കും ഞാൻ ഒറ്റയ്ക്കാണ്. അല്ല ഗൈസ്, നമ്മുടെ ജോമൻ ചേട്ടനും ഉണ്ട് എന്റെ കൂടെ. അത് പിന്നെ ഞാൻ ഇടങ്കാല് വെച്ച ജോമൻ ചേട്ടൻ വലങ്കാല് വെച്ചിരിക്കും. ശരിക്കും നല്ല ചൂടാണ് ഇപ്പൊ അല്ലേ. അയ്യോ, പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് ശരിക്കും എനിക്കത് മനസ്സിലായത്. ശരിക്കും പറഞ്ഞാൽ ചൂടത്തൊക്കെ നിന്ന് ജോലി ചെയ്യുന്ന കാര്യം കഷ്ടം തോന്നല്ലേ. അപ്പൊ ഈ അമൃതം പൊടി മേടിക്കാനാണ് നമ്മൾ അംഗനവാടി വന്നത്. അങ്ങനെ ഒരു ലോഡ് അമൃതം പൊടി കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞാൻ വാരിപ്പറക്ക വണ്ടിക്കകത്തിട്ട് ഞങ്ങൾ നേരെ മണ്ടടി കവലയ്ക്ക് പോവാണ്. ഞാനും ജോമൻ ചേട്ടനോട് കൂടി കഴിഞ്ഞാൽ എപ്പോഴും ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടേയിരിക്കും. ഞങ്ങളുടെ രണ്ടുപേരെ വാട്ടയാറേ ഇല്ല. അപ്പൊ ഞങ്ങൾ രണ്ടുപേരുടെ മണ്ടാടി കവലയ്ക്ക് വന്ന എന്നാന്ന് വെച്ചാൽ ജോമൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം എനിക്കൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്തു ഗൈസ്. പക്ഷെ എനിക്ക് ആ വാച്ച് ലൂസാ. അപ്പൊ അതിന് ചെയിൻ ഒന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ കടയിൽ കയറിയപ്പോൾ തന്നെ അലീനയുടെ വിളി വന്നു, ജോസൂട്ടൻ എഴുന്നേറ്റെന്നും പറഞ്ഞു. ഞങ്ങൾ സത്യം പറഞ്ഞ് ജോസൂട്ടനെ കൊണ്ടുവരാതാണെന്ന് വന്നത്. അപ്പൊ പുള്ളിനെ സോപ്പിടാൻ വേണ്ടിയിട്ട് ഐസ്ക്രീം മേടിക്കാൻ കയറിയതാണ്. പക്ഷെ ഒരു ലോഡ് സാധനം മേടിച്ചോണ്ടാണ് തിരിച്ച് ഞാൻ ഇറങ്ങിയത്. ജോസൂട്ടനെ ഞങ്ങൾ അങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിൽ ഇരുത്തത്തില്ലാത്തത് കൊണ്ട് തന്നെ ആൾക്ക് ഞങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ല ഗൈസ്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇങ്ങോട്ട് വന്നപ്പോഴാണ് സത്യം പറഞ്ഞ ഒരു ആശ്വാസമായത്, ചൂടിനൊരു കുറവ് കിട്ടിയത്. അങ്ങനെ വീട്ടിൽ വന്നപ്പോഴേ നമ്മൾ മേടിച്ച ഐസ്ക്രീം ജോസൂട്ടന് കൊണ്ട് കൊടുക്കുവാണ്. ഐസ്ക്രീം കണ്ടപ്പോൾ ആളുടെ പിണക്കൊക്കെ മാറി നമ്മുടെ അടുത്തോട്ട് അങ്ങ് വന്നു. പിന്നെ ഈ ചൂടായതുകൊണ്ട് പിണക്കൊന്നും ആൾ നോക്കിയില്ല, ചാടി കയറി ഐസ്ക്രീം അങ്ങ് കഴിച്ചു. ജോമൻചേട്ടനോട് ഒന്ന് എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോഴത്തേക്ക് ജോമൻചേട്ടൻ അങ്ങ് ഓവറായിട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എനിക്ക് കിട്ടിയ ഐസ്ക്രീം ഞാനും കാലിയാക്കി. എന്നിട്ട് നമ്മുടെ ജോമൻചേട്ടൻ പോവാണ്. അപ്പത്തുള്ള ഗൈസ് നമ്മുടെ ഇന്നത്തെ കുട്ടി വീഡിയോ. ഓക്കെ, ബൈ.